ഹാർട്ടി വെൽക്കം. താങ്ക് യു. പ്ലീസ്. എന്താ നിന്ന് കളഞ്ഞത്? ആ മനുഷ്യനുണ്ടോ ഇവിടെ? അദ്ദേഹം ഫാമിലിയിൽ വളരെ വേണ്ടപ്പെട്ട ആളാ. ഒരു കുഴപ്പമില്ല, വരൂ. അയാളുടെ മകളും ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒപ്പം വന്നതാ. ആള് MBBS ആ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. മേഡം വന്നോളൂ പ്ലീസ്. നമസ്കാരം, വരൂ. അങ്കിൾ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ തിരക്കിനിടയിലും ഇവിടം വരെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു. എത്രയാ? 4. ഓ, 4 വെക്ക്. 1 2 3 4. ആഹാ, രണ്ടുപേരും നല്ല ആഘോഷത്തിലാണല്ലോ. അമ്മമ്മേ പാമ്പ് വിഴുങ്ങി. ആ, അതാണോ ആഘോഷം? ഞാൻ കോണി കയറി. ഞാൻ ജയിക്കുമല്ലോ. ജയിക്കുമ്പോ ആഘോഷിക്കണം. അപ്പൊ അമ്മമ്മ തോക്കുമ്പോഴോ? അമ്മമ്മ തോക്കുമ്പോഴും മോള് തന്നെ ആഘോഷിച്ചോ. ഏത് കളിയായാലും ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ജയിക്കുന്നവര് ആഘോഷിക്കും. മോളെ, ഇന്ന് മനോജ് വന്നിരുന്നു. ബ്രോക്കർ മനോജേ, ഇത് നോക്കിയേ. അയാള് കൊണ്ടുവന്നത് ഇതൊക്കെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന പയ്യന്മാരാ. മോൾക്ക് ബോധിക്കുന്നത് ആരെയാന്ന് നോക്കി പറ. എനിക്ക് നോക്കി ബോധിക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കാം, തീരുമാനിക്കാം. എന്നോടൊപ്പം മോളെ കൂടി അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറുള്ള ആരായാലും ഞാൻ റെഡിയാ. എന്നോടൊപ്പം അമ്മയെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാനും റെഡിയാ. ആഹാ, അതെങ്ങനെയാ? മാമാട്ടിക്കുട്ടി അമ്മമ്മയ്ക്ക് വേണ്ടേ? അമ്മമ്മയെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. ആണോ? മോളെ, ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. എന്താണെങ്കിലും പറയമ്മേ. കുഞ്ഞിനെ പ്ലേ സ്കൂളിൽ ചേർക്കണ്ടേ? കളിച്ചു നടക്കേണ്ട പ്രായമാ. അത് വീട്ടിൽ മാത്രമായാൽ ശരിയാവില്ല. ഞാൻ അതേപ്പറ്റി കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടമ്മേ. അമ്മയ്ക്ക് ഇവളെ മാത്രം നോക്കിക്കൊണ്ട് നടന്നാ പോരല്ലോ. ഞാനൊരു പ്ലേ സ്കൂളിൽ സംസാരിച്ചിട്ടുണ്ട്. നല്ല ശ്രദ്ധയും പരിചരണവും ഉള്ളൊരിടമാണ്. ആരെങ്കിലും ഒന്ന് കൊണ്ടുചെന്ന് ആക്കിയാ മതി. ശരി. വിവാഹ നിശ്ചയത്തിന് പ്രത്യേകം മുഹൂർത്തം കുറിക്കേണ്ട കാര്യമൊന്നുമില്ല. വിവാഹത്തിനാണ് മുഹൂർത്തം വേണ്ടത്. പക്ഷേ മോതിരമാറ്റം നടത്തുന്നുണ്ടല്ലോ, അതിന് മുഹൂർത്തം വേണ്ടേ? എന്തിനാ ഇത്രയധികം മുഹൂർത്തം? അതിലൊന്നും ഒരു കഥയില്ല. മനപ്പൊരുത്തമുള്ളവർ തമ്മിൽ ഏത് സമയത്തും വിവാഹം നടത്താം. മുഹൂർത്തം ഒരു അലങ്കാരം മാത്രമാണ്. എന്തായാലും വിവാഹ നിശ്ചയത്തിനുള്ള തീയതി തീരുമാനിക്കാമല്ലോ. അത് സഞ്ജയനും കൂടി സൗകര്യപ്പെടുന്ന ഒരു ദിവസം വേണ്ടേ നോക്കാൻ? അങ്ങനെ ഒരു സൗകര്യം എന്നാ ഉണ്ടാവുന്നെന്ന് സഞ്ജുവിന് പോലും പറയാൻ പറ്റില്ല. തീയതി നിശ്ചയിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ സൗകര്യപ്പെടുത്തുക. അതാ നടപ്പുള്ള കാര്യം. 25-ാം തീയതി എടുക്കാം. അന്ന് വെള്ളിയാഴ്ചയാണ്. അന്ന് അവർക്ക് സൗകര്യപ്പെടുന്ന ദിവസമായിരിക്കും.
ദേവുവിന് സൗകര്യപ്പെടുന്ന ദിവസമാണെന്ന് നോക്കണ്ടേ? അതെന്തിനാ ചേച്ചി? അവൾക്ക് വർഷത്തിൽ 365 ദിവസവും സൗകര്യം തന്നെയാ. അമ്മ അങ്ങനെ എന്നെ ചെറുതാക്കൊന്നും വേണ്ട. എനിക്കും അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. അതെന്ത് തിരക്കാ മോളെ? അച്ഛൻ അറിഞ്ഞില്ലല്ലോ. അതെ, തെക്ക് വടക്ക് നടക്കാനുള്ള തിരക്കാ. അങ്ങനെയെങ്കിൽ വിവാഹ നിശ്ചയം 25-ാം തീയതി തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ ആവട്ടെ. ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ ഏർപ്പാട് ചെയ്തേക്കാം. ഹലോ, ഫിക്സ് ചെയ്തു കേട്ടോ. എന്ത്? വിവാഹ നിശ്ചയത്തിനുള്ള തീയതി ഓ ഈ വരുന്ന 25-നാ. അതെ, കുറച്ചുകൂടെ നേരത്തെ ആക്കായിരുന്നു. നേരത്തെ ആക്കണമായിരുന്നോ? എന്നാ അച്ഛനോടും അമ്മയോടും അതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ സഞ്ജു? ഈ സഞ്ജുവിന്റെ ഒരു കാര്യം. എനിക്കും നേരത്തെ വേണോന്ന് തന്നെയായിരുന്നു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ ഈ വിവാഹ നിശ്ചയം? വിവാഹം നിശ്ചയിക്കാൻ. ഓ, അപ്പോ വിവാഹം നിശ്ചയിച്ചിട്ടില്ല. അത്രയും ആശ്വാസം. ഈ 25-ന് വിവാഹം നിശ്ചയിക്കുമല്ലോ. 25 ആവട്ടെ, എന്നിട്ടല്ലേ നിശ്ചയിക്കൂ. ആ പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മൂന്നാറിലേക്കാണോ വാഗമണിലേക്കാണോ പോണ്ടത്? നമുക്കേ ഹിമാലയത്തിലേക്കോ കൈലാസത്തിലേക്കോ പോകുന്നതല്ലേ നല്ലത്. അവിടേക്കൊക്കെ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് പോവാന്നേ. ആഹാ, മതിയോ? അതുപോരെ? ആ, അത് മതി. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ. എവിടേക്ക്? അവിടേക്ക്. അതെ, ഞാനിപ്പോ ഒരു യാത്രയില്ല. എവിടേക്ക്? തെന്മലയിലേക്ക്. അയ്യോ, എന്നെ കൂട്ടാണ്ട് പോയോ? ഹലോ, അതെ, ഇവിടെ റേഞ്ച് കുറവാ. എപ്പോ വേണമെങ്കിലും കട്ടാവും. ഹലോ സഞ്ജു, എനിക്ക് കേൾക്കാം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കാം സഞ്ജു. ഹലോ 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 കേൾക്കാം സഞ്ജു, പറഞ്ഞു. ഹലോ. നാശം, റേഞ്ച് പോയല്ലോ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം അമ്മേ. അമ്മ റെഡിയാവാൻ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ റെഡി ആവുന്നുള്ളൂ. എന്താ അമ്മ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ? എനിക്ക് പോവാൻ സമയമാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോണോ? ഇനി മാമാട്ടിക്കുട്ടി ആ ഓഫീസിലേക്കല്ല പോകുന്നത്. പിന്നെ വേറൊരിടത്താ. അതെവിടേക്കാ? മാമാട്ടിക്ക് ട്രാൻസ്ഫർ ആയി. എന്നാ അമ്മയ്ക്കും ട്രാൻസ്ഫർ ആവണം. അത് പറ്റില്ല മോളെ. മോള് പോകുന്നിടത്ത് അമ്മയ്ക്ക് ജോലി തരില്ല. അതെന്താ തരാത്തെ? അത് പ്ലേ സ്കൂളല്ലേ. മോളെ പോലെ കുറെ കുട്ടികള് പാട്ടും പാടി ഓടിച്ചാടി നടക്കുന്ന സ്ഥലം. അമ്മയ്ക്കും പാട്ട് പാടണ്ടേ? ഓടിച്ചാടി കളിക്കണ്ടേ? മോളെ പോലെ ചെറിയ കുട്ടിയല്ലല്ലോ അമ്മ. അതല്ലേ പ്രശ്നം. അല്ലെങ്കിലേ അമ്മയ്ക്കും അങ്ങോട്ട് ട്രാൻസ്ഫർ ആവായിരുന്നു. ആഹാ, റെഡി ആയില്ലേ ഇതുവരെ? എപ്പോഴേ റെഡി. ആർദ്രെ, ഞാൻ പ്ലേ സ്കൂളിൽ വിളിച്ചു പറഞ്ഞേ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചുരുക്കം ചില കാര്യങ്ങൾ നിനക്ക് അവിടെ ചെയ്യണ്ടു. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അഡ്മിഷൻ ഫീയും മന്ത്ലി ഫീയും കൊടുക്കണം. ഇത്രേ വേണ്ടു. ശരി ചേച്ചി. മോളെ നന്നായി കെയർ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവളെ കൊണ്ടുപോകുമ്പോ നിനക്ക് നല്ല ശ്രദ്ധയുണ്ടാവണം. അത് ഞാൻ ഏറ്റു. ഞാൻ ഈ കുറുമ്പിക്കുട്ടിയെ അടക്കി പിടിച്ചോളാം. എന്റെ മാമാട്ടി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായല്ലോ. എങ്കി മോള് ചെല്ല്. വാ, ചലോ ചലോ ചലോ. അതെ, ഒറ്റയ്ക്കായി പോയെന്ന് വെച്ച് മടി പിടിച്ചിരിക്കരുത്. സമയാവുമ്പോ ഓഫീസിൽ പോയിക്കണം, കേട്ടില്ല? ഓ, പൊയ്ക്കോളാമേ. തമ്പ്രാട്ടി ചെല്ലും. വലിയ കാര്യക്കാരി ആയല്ലോ. അമ്മേ, ഞാനെന്നാ റെഡി ആവട്ടെ. സാന്ദ്ര മാഡത്തിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് വാങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ മാഡം കുട്ടി ഇവിടെ ചേർക്കില്ല. അതുകൊണ്ട് വാങ്ങിയതാ.
ഞങ്ങൾക്കും ഒരു ക്രെഡിറ്റ് ആണ്. സബ് കളക്ടറുടെ മകൾ ഇവിടെ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ. പിന്നെ ചേച്ചി ഒരു പ്രത്യേക കാര്യം പറയാൻ ഏൽപ്പിച്ചായിരുന്നു. എന്താ അത്? അപരിചിതരാരെങ്കിലും വന്ന് കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട അനുവദിക്കരുത്. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും ഈ പരിസരത്ത് കാണപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങൾ പാലിക്കുന്ന ചിട്ടകളാ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. താങ്ക് യു മാഡം. എന്നാ മോള് പോയി കളിച്ചോ. ചെല്ലു. നിന്നെ ഇവിടെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിന്റെ വീട്ടിൽ മീൻകാരിയായി വന്നത് ഞാനാ. എന്നെ കണ്ടെന്ന് പുറത്തു പറഞ്ഞ കൊന്നുകളയും ഞാൻ. ധനനഷ്ടം ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ ഉപരി SM കമ്പനീസിന് മാനക്കേടുണ്ടാക്കുന്നതാണ് ഈ നടപടി. മാന്യമായ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അതിനു മേലെയാണ് പുറമ്പോക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നടപടി. തഹസീൽദാർ വിശദമായ അന്വേഷണം നടത്തി അത് പുറമ്പോക്ക് തന്നെയാണ് എന്ന് കണ്ടെത്തി കൊടുത്ത റിപ്പോർട്ടിന് പ്രകാരമാണ് സബ് കളക്ടർ ഈ ആക്ഷൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അത് പുറമ്പോക്ക് ഭൂമി തന്നെയാണെന്നല്ലേ? അതെ. SM ആ പ്ലോട്ട് വാങ്ങിയത് 20 കൊല്ലം മുമ്പ് ഒരു തോമസ് മാത്യുവിന്റെ കയ്യിൽ നിന്നാണ്. തോമസ് മാത്യു അത് വാങ്ങിയത് ഒരു ഹരികുമാരന്റെ കയ്യിൽ നിന്നും. വക്കീലെ, ഇതിനിടയിൽ എവിടെയോ ഒരു തിരിമറി നടന്നതായിരിക്കണം. തിരിമറി നടന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ മൊത്തം വില കൊടുത്ത് വാങ്ങിയതിൽ പാതി ഭൂമി പുറമ്പോക്കാണെന്ന് തഹസീൽദാർ എങ്ങനെ കണ്ടെത്തും? ഈ ഹരികുമാരൻ എന്നയാൾക്ക് ആ ഭൂമി സ്വന്തമായത് രുദ്രപാണി വാര്യർ എന്നയാൾ ഇഷ്ടദാനം നടത്തിയിട്ടാണ്. അങ്ങനെയാണ് രേഖകളിൽ കാണുന്നത്. അവിടെയാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ടാവുക. പണ്ടാരവക ഭൂമി തണ്ടപ്പേരിൽ ചേർത്ത് രജിസ്റ്റർ ആക്കാൻ അന്ന് ആ കാലത്തെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടാവാം. എന്തായാലും SM ആളിന്റെ ഒരു ഭാഗം പുറമ്പോക്കിൽ തന്നെയാണ്. ഭൂമി വാങ്ങിയതിനും അവിടെ കെട്ടിടം പണിതതിനും ഒരു കനത്ത തുക തന്നെ മുതലിറക്കിയിട്ടുണ്ട്. ആ സംഖ്യ തിരിച്ചു കിട്ടാൻ നമ്മൾ ആരോട് ചോദിക്കണം? കോടതിയിൽ പോകാം, കേസ് നടത്താം. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവാൻ തോന്നുന്നില്ല. ആര് വിചാരിച്ചാൽ ഈ നടപടി ഒഴിവാകും? മന്ത്രിയോ കളക്ടറോ? നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഓർഡർ ഇട്ട സബ് കളക്ടർക്ക് ആ നടപടി കുറേ ദിവസത്തേക്ക് നീട്ടിവെക്കാം. SM ആളിന്റെ ഒരു പോർഷനെ പൊളിച്ചു മാറ്റുന്നുള്ളൂവെങ്കിലും ഏത് വിധേനയെങ്കിലും അത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ഈ കാര്യത്തിൽ നന്ദനോ പാർവതിക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എന്താ സാർ ചെയ്യേണ്ടത്? സാന്ദ്രയോട് പറഞ്ഞ് ആ ആക്ഷൻ കുറേ ദിവസത്തേക്ക് നീട്ടിവെപ്പിക്കണം. അമ്മാവൻ പറഞ്ഞാൽ മരുമകൾ കേൾക്കാതിരിക്കൂ. അമ്മാവനാണെന്ന് പറയാവുന്നേ ഉള്ളൂ. അവൾ അത്ര എളുപ്പത്തിൽ പിടിയേറുന്നോളൊന്നുമല്ല. നടപടി ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, ഒന്ന് നീട്ടിവെക്കണമെന്നാണ്. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവരെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കണം. നന്ദ, നമുക്കൊരു കമ്പനി നിലനിർത്തണം. അതിന്റെ മാനാഭിമാനങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണത്. ഇപ്പോ നന്ദനും ഭാര്യയും വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റൂ.
ഏതറ്റം വരെ പോകേണ്ടി വന്നാലും വേണ്ടില്ല, നിങ്ങളത് ശരിപ്പെടുത്തിയെടുക്കണം. സാർ ധൈര്യമായിട്ടിരുന്നു. ഒരു സാധ്യതയുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഞാനത് സാധിപ്പിക്കും. അമ്മേ, എന്താ മമ്മാട്ടി? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അമ്മ പേടിക്കോ? ഹേയ്, ഞാൻ എന്തിനാ പേടിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. ഇന്നേ സ്കൂളില് മീൻകാരി വന്നു. അന്ന് ഇവിടെ മീൻ വെക്കാൻ വന്നില്ലേ ആ മീൻകാരി എന്നെ തുറിച്ചു നോക്കി നിന്നു. എന്നിട്ട് അപ്പൊ ഞാനും തുറിച്ചു നോക്കി. സാന്ദ്രേ, നിന്റെ പ്രവൃത്തി അങ്ങേറ്റ ധിക്കാരമായി പോയി. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരുവാരത്തേക്കാണോ നീ? കാര്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. SM മാളിന്റെ വലിയൊരു പോർഷൻ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് കൊടുത്തിരിക്കുമല്ലേ നീ? ഞാനല്ല നോട്ടീസ് കൊടുത്തത്, സബ് കളക്ടറാ. നിന്റെ ഒപ്പല്ലേ നോട്ടീസ് ഇട്ടിരിക്കുന്നത്? സബ് കളക്ടറുടെ സീല് അതിന് താഴെ പതിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആളുകളെ പരിഹസിക്കുകയാണല്ലേ? ആർക്കും എന്ത് വേണമെങ്കിലും കരുതാം. ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല. അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കുമ്പോ ഞങ്ങളെ കുറിച്ച് നീ ഒരു നിമിഷമെങ്കിലും ഓർത്തോ? സ്വന്തം മാമനും മാമിയും അവിടുത്തെ ജോലിക്കാരാ. ആ ഒരു പരിഗണനയെങ്കിലും നീ കാണിച്ചോ? നിങ്ങൾ SM മോളിലെ ജീവനക്കാരാണോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. SM തന്നെയാണ് എല്ലാത്തിന്റെ ഉടമ. ജോലിയോടും ജോലി തന്ന ആളോടും കൂറുള്ളോണ്ട് തന്നെയാ നിന്നോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങള് മാത്രമല്ല, നിന്റെ അച്ഛനും അവിടുത്തെ ജീവനക്കാരനായിരുന്നു. മാന്യമായി ജോലി ചെയ്തിട്ടാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതാരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ. എന്റെ അച്ഛന് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക ജോലി ചെയ്തിട്ട് തന്നെയാ. SM ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ സകല സ്ഥാപനങ്ങളും നിർമ്മിക്കാനും കൊണ്ടു നടക്കാനും നിന്റെ അച്ഛനും കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ഥാപനമാണ് നീ ഇപ്പൊ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് ഇട്ടിരിക്കുന്നത്. പുറംപോക്ക് ഭൂമി കയ്യേറി കെട്ടിടം വെക്കുന്നത് അന്യായമാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന്. പുറംപോക്കിൽ കെട്ടിടം പണിയുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെയാ ഭൂമി കയ്യേറുന്നത്. അതൊക്കെ നിർത്തലാക്കാനേ ദേവേന്ദ്രൻ വിചാരിച്ചാലും സാധിക്കില്ല. അതെന്തു ആയിക്കോട്ടെ, എന്റെ ഉദ്യോഗ പരിധിക്കകത്ത് ഒരു ക്രമക്കേട് ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എനിക്കതേ പറയാനുള്ളൂ. എന്താ ഇവിടെ? എന്താ നന്ദ? വലിയ പ്രശ്നം തന്നെ ചേച്ചി. കാര്യം എന്റെ മരുമകളുടെ ഉദ്യോഗ പവർ ഗംഭീരം തന്നെയാ. പക്ഷേ ആ ഉദ്യോഗ പവർ ഞങ്ങളുടെ ഉദ്യോഗത്തിന് വിലക്കതടിയല്ലോ. എന്താ മോളെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. ആ ചോദ്യം പ്രശ്നമുള്ളവരോട് തന്നെ ചോദിക്കും. ഉദ്യോഗകാര്യവും കുടുംബകാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ എനിക്ക് ഏതായാലും താല്പര്യമില്ല. ചേച്ചി, SM മാളിന്റെ പകുതി നിൽക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് പറഞ്ഞത് പൊളിക്കാൻ നോട്ടീസ് ഇട്ടിരിക്കുക. നോട്ടീസ് ഇട്ടല്ലേ ഉള്ളൂ നന്ദ, പൊളിച്ചില്ലല്ലോ. സ്വയം പൊളിച്ച് നീക്കണോത്രേ, അല്ലെങ്കിൽ നാളെ തന്നെ സർക്കാർ അത് പൊളിക്കുമെന്ന്. പൊളിക്കുന്നതിന്റെ ചെലവ് വസൂലാക്കുമെന്നാ പറയുന്നേ. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പാതകം വിളി ചെയ്യൂ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ നോട്ടീസ് പിൻവലിക്കണം. SM മാളിന്റെ ഒരു കല്ല് പോലും അടർത്താൻ പാടില്ല. വേറെന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? തൽക്കാലം ഇത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോവും, അത്രേ ഉള്ളൂ. എന്നുവെച്ചാ അത് പൊളിച്ച് എന്താ മോളെ ഇതൊക്കെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്ക്. സ്വസ്ഥമായിട്ടൊന്നും പഠിക്കാനും സമ്മതിക്കില്ല. ഒന്നും ചെയ്യണ്ട അമ്മേ, അതങ്ങ് പൊളിച്ചു കളഞ്ഞേക്ക്. പെരുവിരൽ മുതൽ ഉച്ചി വരെ അഹങ്കാരം മൂത്ത് നിൽക്കുക അവക്ക്. അവളുടെ കൊമ്പ് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെയാവും. ചേച്ചിയെ കണ്ട് അനിയത്തിയും തുള്ളാൻ തുടങ്ങിയിരിക്കുക. മുമ്പൊന്നും എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല രണ്ടാളും. ഇങ്ങനെയൊക്കെ തുള്ളാൻ മാത്രം ഒന്നുമില്ല സബ് കളക്ടർ ഉദ്യോഗത്തിന്. കളക്ടറൊന്നും അല്ലല്ലോ. കൂച്ചു വിലങ്ങിട്ട് തളയ്ക്കണം അവളെ. പറയാനുള്ളത് പരമാവധി പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതൊക്കെ അവരവര് തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞല്ലോ. ഇതങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ നമ്മുടെ സ്ഥാപനത്തോട് തന്നെ കൂറ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് തന്നെ എന്തർത്ഥമുള്ളത്? ഇനി ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ എന്താ ഉള്ളത്? ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ടല്ലോ. SM മാള് പൊളിക്കണം എന്നുള്ള അവളുടെ നിർബന്ധത്തിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നാളെയാണല്ലോ അവളത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുന്നേ. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, നാളത്തെ അവളുടെ പദ്ധതി പൊളിക്കണം. പറയാൻ എളുപ്പോ, പക്ഷെ നടപ്പുള്ള കാര്യമൊന്നുമല്ല. ഓർഡർ നടപ്പാക്കുന്നതേ സർക്കാരാ. പോലീസ് ഉൾപ്പെടെ സകല സന്നാഹങ്ങളും അവരോടൊപ്പം കാണും. പോലീസിനെയൊക്കെ ആര് പേടിക്കുന്നു? നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയുടെ പ്രശ്നമൊന്നുമല്ല, നമുക്ക് അതിനുള്ള സന്നാഹങ്ങളൊന്നും ഇല്ലല്ലോ. വേണ്ടി വന്ന ഒരു കൊട്ടേഷൻ കൊടുക്കാനും മടിക്കണ്ട.
SM മോളിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് രക്ഷപ്പെടുത്തണം. നമ്മുടെ ആത്മാർത്ഥത SM സാറിന് ബോധ്യപ്പെടണം. സ്വന്തം മരുമോളെക്കാളും നമുക്ക് വലുത് സ്ഥാപനമാണെന്ന് സാറിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ്. SM സാറിന്റെ ജോലിക്കാരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്ന് തടഞ്ഞ സബ് കളക്ടറിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണ്ടി വന്നാ 2 കൊടുക്കാനും മടിക്കണ്ട. അവളെ അവിടുന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മൾ ജയിച്ചു. അതിനെന്ത് വഴിയെന്ന് നമുക്ക് നോക്കാം. വണ്ടി നിർത്തിട്ട് ഇറങ്ങണതോടെ തിരിച്ചു പോവുക.